ഇഷ്ടം. ഒരു ചെലവില്ല. നിങ്ങൾ ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറുന്നു, അവിടെ എത്തുന്നു, അവിടെ കറങ്ങുന്നു, ഭക്ഷണം എല്ലാം തന്നെ കമ്പനി സ്പോൺസർ ചെയ്ത്. നിങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് പൈസ ഉപയോഗിക്കരുത്, അത് നിങ്ങൾ തന്നെ വാങ്ങിക്കണം. കാരണം തായ്ലൻഡിൽ ബാങ്കോക്ക് എന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ക്ലോത്തിങ്സ് കിട്ടുന്നത്. ലേഡീസ് ആയാലും ജെന്റ്സ് ആയാലും മനോഹരമായ ഷോപ്പിംഗ് നടത്താൻ പറ്റിയ ഒരു സ്ഥലമാണ് ബാങ്കോക്ക്. കൂടാതെ മനോഹരമായ ബീച്ചുകളുള്ള സ്ഥലമാണ് പട്ടായ. അവരുടെ പ്രത്യേകത, അവിടെ ടൈഗേഴ്സും ഉണ്ട്. കടുവയല്ലേ, കടുവയുടെ കൂടെ ഇരുന്ന് നമുക്ക് തോളത്ത് കൈയിട്ട് ഫോട്ടോ എടുക്കാൻ പേടിക്കേണ്ട. കഴിഞ്ഞ സത്യം ഭാഷ പറഞ്ഞു, കടുവ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും, ഒന്നും പ്രശ്നം ഉണ്ടാകില്ല. സെഡേറ്റ് ചെയ്ത് തിരികെയാണ് കടുവേനെ. അവിടെ കടുവ കുട്ടിക്ക് പാല് കൊടുക്കാം. മനോഹരമായ ആക്ടിവിറ്റീസ് ഉള്ളൊരു സ്ഥലമാണ് ആക്ച്വലി തായ്ലൻഡ് എന്ന് പറയുന്നത്. കൂടാതെ തന്നെ നമ്മളുടെ കൂടെ വരികയാണെങ്കിൽ അത് വേറെ ലെവലാണ്. കാരണം നിങ്ങൾ താമസിപ്പിക്കാൻ പോകുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു 5 സ്റ്റാർ കാറ്റഗറി ഹോട്ടലായിരിക്കും താമസിക്കുക. ഗ്രൂപ്പോടുള്ള യാത്ര വളരെ ആസം എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഏകദേശം എൻ്റെ ഒരു ഓർമ്മ ഞാൻ 10 പ്രാവശ്യം തായ്ലൻഡ് പോയിട്ടുണ്ടാവും. ഈ ഫസ്റ്റ് ടൈം ഫ്ലൈയേഴ്സ് ഉണ്ടാവും. അതായത് ഫ്ലൈറ്റിൽ കയറിയിട്ട് ആദ്യമായിട്ട് പോകുന്ന ആൾക്കാർ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സീറ്റ് ബെൽറ്റ് കഴിച്ചിട്ട് ഇങ്ങനെ മല കയറില്ലേ, അതേപോലെ പിടിച്ചു കയറും. കാരണം നമ്മളിവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ചാർട്ടേഡ് ഫ്ലൈറ്റ്സിലാണ്. എനിക്കൊരു ഓർമ്മൽ ഇൻസിഡന്റ്, പട്ടായയിൽ ഹോട്ടലിൽ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മാനേജർ ഒന്ന് പറഞ്ഞു, സാർ ഒരു 2.5 ലക്ഷം രൂപ പെനാൽറ്റി അടക്കാം. എന്തിനാ പെനാൽറ്റി സാർ ഒന്ന് തരാൻ പറഞ്ഞു. ചെന്ന് നോക്കുമ്പോഴത്തേക്കും ബെഡ് ഫുള്ള് മഞ്ഞ, ബാത്ടബ് അത് ഫുള്ള് മഞ്ഞ. സംഭവം പറഞ്ഞാൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ തമിഴ്നാട് വന്നതാണ്. അവർക്ക് ഈ ബെഡ് കണ്ടപ്പോഴത്തേക്കും മഞ്ഞൾ തേച്ച് കുളിക്കാൻ ഒരു മോഹം. അവർ ബാത്ടബിൽ കിടന്ന് മഞ്ഞളൊക്കെ തേച്ച് കുളിച്ച് ബെഡിലൊക്കെ വന്നിട്ട് ടവല് മഞ്ഞ, ബെഡ് മഞ്ഞ, കംപ്ലീറ്റ് മഞ്ഞ. സാർ എല്ലാം കൂടെ ഏകദേശം കോസ്റ്റിംഗ് 2 ലക്ഷം രൂപ. ചോദിച്ചു, എന്താ എത്ര വലിയ കോസ്റ്റിംഗ് സാർ? ഈ ബാത്ടബ് ഭയങ്കര കോസ്റ്റിംഗ്. തുടച്ചിട്ട് പോലും ആ പറയുന്ന മഞ്ഞൾ അതിന് പോകുന്നേ ഇല്ല, പേയ്മെന്റ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് എത്ര രസകരമാണ് നമ്മളെ സംഭവിച്ചോളൂ. പക്ഷെ ചില ആൾക്കാരുണ്ട്, എന്താ പറയാ, ഹോട്ടലിൽ കയറി പോകുന്നു, രാത്രിയാണ്, കണ്ടർ അടിച്ചിട്ടുണ്ട്, വലിയൊരു വൈൻ കുപ്പിയോ ഷാമ്പയിൻ കുപ്പിയോ ഉണ്ട്, പുള്ളി എടുത്തോണ്ട് റൂമിൽ കൊണ്ടുപോയി CCTV ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും സംഭവം എടുത്തോണ്ട് പോയിട്ടുണ്ട്. സാർ 50,000 രൂപ അടയ്ക്കണം സാറിന് കണ്ടുപിടിക്കാം. ആളുടെ റൂമിൽ പോയി സാറിന് കിട്ടി തിരിച്ചു കൊടുത്തു. അതേപോലെ വളരെ രസകരമാണ് നമ്മൾ അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ കൂടെ നമ്മളുടെ കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ അല്ലെങ്കിൽ ഒരു വൈബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഇൻഡിവിജ്വലി തായ്ലൻഡ് പോയാൽ കിട്ടാൻ പോകുന്നില്ല. ആണല്ലോ, നിങ്ങൾ ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു വൈബ് നിങ്ങൾ ഫാമിലി മെമ്പേഴ്സും കൂടെ കിട്ടുമ്പോൾ കിട്ടുമോ? ഇല്ലേ, അതൊരു പ്രത്യേക ഫീലാണ്. കാരണം നിൽക്കുന്ന എല്ലാം നമ്മുടെ അസോസിയേറ്റ്സ് ആണ്, നമ്മളുടെ സഹോദരി സഹോദരന്മാരാണ്. അപ്പൊ ആ ഒരു പ്രത്യേക വൈബാണ് ആക്ച്വലി. അപ്പൊ നമ്മൾ മുമ്പ് നടത്തിയ ആ ട്രിപ്പുകളുടെ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട്, ഒന്ന് കണ്ടാലോ? കാണാം.